ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്വന്തം ആലപ്പുഴ ബീച്ചിൽ നമുക്കായി ഒരുക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പോർട്ടബിൾ അക്വേറിയത്തിൻ്റെ വിശേഷങ്ങളാണ്. കടലിനടിയിലുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെ വന്നാൽ നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. ഏകദേശം 10 കോടിയോളം രൂപ ചിലവിലാണ് ഈ ഒരു മറൈൻ അക്വേറിയം നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അകത്തേക്ക് കടക്കണമെങ്കിൽ നമുക്ക് ചെറിയൊരു എൻട്രി ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 120 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കുട്ടികളോടൊപ്പം മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനുള്ളിൽ നമുക്കായിട്ട് അവർ ഒരുക്കിയിട്ടുണ്ട്. ഇനി ഈ ഒരു വശത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുഖത്തൊക്കെ ഭയങ്കര സന്തോഷവും കൗതുകവും ഒക്കെ കാണാൻ പറ്റും. വേറെ കൊണ്ടല്ല, ഇവിടെ ഒരുപാട് ആനിമൽസിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെറും ആനിമൽസ് അല്ല, ആനിമേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട് അതിൻ്റെയൊക്കെ ഇടയ്ക്ക്. പിന്നെ അതിൻ്റെ സൗണ്ട് എഫക്റ്റും എല്ലാം കൂടി ഒരു കാടിൻ്റെ ഫീല് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയാണ് നമ്മൾ ശരിക്കും കാണാൻ ആഗ്രഹിച്ചു വന്ന ആ ഒരു കാഴ്ച കാണാനായിട്ട് പോകുന്നത്. സത്യത്തിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും മനോഹരമാണ് ഇവിടുത്തെ കടലിനടിയിലെ കാഴ്ച. സത്യത്തിൽ ഈ ഒരു പോർട്ടബിൾ അക്വേറിയം നമ്മുടെ കൊല്ലത്ത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആലപ്പുഴ വന്നു. ഒരുപാട് വീഡിയോസിൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ നേരിട്ട് വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കടലിനടിയിലെ വിസ്മയത്തിലെ ഏറ്റവും ലാസ്റ്റ് കാഴ്ച ഈ കാണുന്ന കടലമ്മയുടെ കൊട്ടാരമാണ്. അപ്പോൾ കടലിനടിയിലെ കാഴ്ചകൾ ഇവിടം കൊണ്ട് തീർന്നുണ്ട്. ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകൾ കാണാനായിട്ട് പറ്റും. അവിടെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ബാഗുണ്ട്, ചെരുപ്പുകളുണ്ട്, പിന്നെ ടോയ്സ് ഉണ്ട്, ഫാൻസി ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടിൽ എത്തിച്ചേർന്നിട്ട് ഞങ്ങൾ കുറച്ച് ബജ്ജി ഐറ്റംസും കപ്പ ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആദ്യമേ ഇഷ്ടപ്പെട്ട സ്പോട്ടിലോട്ടായിരുന്നു പോയത്. ഇവിടെ നമുക്ക് ഒരുപാട് ഗെയിമുകളുണ്ട്, റൈഡുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതിൽ കയറാനായിട്ട് പറ്റും. ഇങ്ങനെ നോക്കി വന്നിട്ട് ഏറ്റവും ലാസ്റ്റിൽ അവർ 2 ബോട്ടിലാണ് കയറിയത്. 2 പേര് ഓരോ ബോട്ടിൽ കയറ്റി വിട്ടിട്ടുണ്ട്. 60 രൂപയായിരുന്നു ഒരാൾക്ക് ചാർജ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് 2 പേർക്കും വലിയ പാടായിരുന്നു. പിന്നെ സമയം കഴിഞ്ഞപ്പോൾ അവർ തന്നെ തൂക്കി 2 പേരെയും വെളിയിൽ കളഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ പോവാമെന്ന് വിചാരിച്ചു. അതിന് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് വന്നപ്പോഴും ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു കച്ചവടക്കാർ ബീച്ചിൻ്റെ അന്നിങ്ങായിട്ടൊക്കെ നിൽക്കുന്നതായിട്ട് കാണാനായിട്ട്. കാഴ്ചകളൊന്നും ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ലായിരുന്നു. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റിലത്തെ അവതാർ വണ്ടർ ഫാൻറ്റസി വേൾഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രത്യേകം എൻട്രി ഫീസ് ഉണ്ട്. ആവശ്യമുള്ളവർക്ക് കയറി കാണാൻ പറ്റും. അതിനിപ്പുറത്തായിട്ട് ചെറിയൊരു വാട്ടർ ഫൗണ്ടനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്.